ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നാടൻ കോഴികൾ വളർത്തുന്ന ആളുകൾക്ക് എങ്ങനെ അവയിൽ നിന്ന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നാടൻ കോഴിയിൽ നിന്ന് ഇത്ര രൂപ വരുമാനം കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെ അവർ ചോദിച്ചു എങ്ങനെ നാടൻ കോഴിയെ വളർത്തിയിട്ട് നമുക്ക് മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കാമെന്ന് കുറേ ആളുകൾ കമൻ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നാടൻ കോഴികളെ വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവയിൽ നിന്ന് കൂടുതൽ വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ എനിക്കൊരു ഫേസ്ബുക്ക് പേജുണ്ട്. ആ പേജിൻ്റെ പേരും അവിയൽ എന്ന് തന്നെയാണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൂടെ ഒന്ന് കയറി പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിൽ ഞാൻ കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ നാടൻ കോഴിയെ വളർത്തുന്ന ആളുകൾക്ക് നിലവിൽ ലഭിക്കുന്ന വരുമാനത്തെ എങ്ങനെ ചില ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വരുമാനം ഉയർത്താം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ഒന്നുകിൽ മുട്ട സെയിൽ ചെയ്തിട്ടാവാം, നാടൻ കോഴി ഇടുന്ന മുട്ടകൾ സെയിൽ ചെയ്തിട്ടാവാം, അതല്ലെങ്കിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്തിട്ടാവാം. ഈ രണ്ട് വഴിക്കാണ് മെയിനായിട്ടുള്ള വരുമാനം കിട്ടുന്നത്. പിന്നെയുള്ളത് പൂവൻ കോഴികളെ ഇറച്ചി തൂക്കത്തിന് വിൽക്കുമ്പോഴുള്ള വരുമാനമാണ്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും കണക്കാക്കാൻ പറ്റില്ല. ഈ പൂവൻ കോഴികൾ വിരിഞ്ഞിറങ്ങി ആ കോഴി വലുതായി ഒരു 6-7 മാസം കഴിഞ്ഞ് ഒരു 2 കിലോ തൂക്കത്തിൽ വിൽക്കുമ്പോൾ വില കിട്ടും. ഒരു 350 രൂപയൊക്കെ നാടൻ കോഴിക്ക് ഇവിടെ വിലയുണ്ട്. പക്ഷേ അത് എപ്പോഴും നമുക്ക് പൂവനെ കൂടുതലായിട്ട് ലഭ്യമായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിന് കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്താൽ ആ വഴിക്ക് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ മുട്ടയും കുഞ്ഞുങ്ങളാണ് വരുമാനത്തിൽ നമുക്ക് നാടൻ കോഴിയിൽ നിന്ന് ലഭിക്കുന്നത് കൂടുതലായിട്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഇതിലെ വരുമാനം, നിലവിൽ ലഭിക്കുന്ന വരുമാനം ഒന്ന് വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. അതായത് ഒരു നാടൻ കോഴി 5-6 മാസം കഴിഞ്ഞ് മുട്ടയിട്ട് തുടങ്ങുമ്പോൾ ആ മുട്ട കാലാവധി എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 15 മുട്ട ആവറേജ് കിട്ടും. 15 എന്ന് പറഞ്ഞാൽ ചില കോഴികൾ 14 ചുരുങ്ങും, അല്ലെങ്കിൽ ചില കോഴികൾ 16 മുട്ടയിടാം. ഇതും ഈ നാടൻ കോഴികളുടെ പ്രത്യേകത വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് 15 ദിവസം അടുപ്പിച്ച് മുട്ടയിടുകയല്ല ചെയ്യുക. ഒരു 3-4 മുട്ടയിട്ട് ഒരു ദിവസം ഗ്യാപ്പ് ഇട്ട് അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഒരു 20 ദിവസത്തിനുള്ളിൽ നമുക്കൊരു 15 മുട്ട നാടൻ കോഴിയിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞ് 1-2 ദിവസത്തിന് ശേഷം ഇവർ നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ അവർ അടയിലിക്കാനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അത് കഴിഞ്ഞ് ഒരു 21 ദിവസം ഈ കോഴികളെ അട വയ്ക്കാം. ഒരു 10-11 മുട്ട വെച്ചിട്ട് ഈ കോഴികളെ അടയിരുത്തും. ഈ 21 ദിവസം അടയിരുന്ന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയതിന് ശേഷം ഒരു 1.5 മാസത്തോളം, 60-ാം കോഴിയാണെങ്കിൽ ഒരു 1.5 മാസത്തോളം ഇവർ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും. അതിനുശേഷം അവർ കുഞ്ഞുങ്ങളെ കൊത്തിപ്പിരിച്ചതിന് ശേഷം അടുത്ത സെക്ഷൻ മുട്ട ഇടേണ്ട ഇതിന് വേണ്ടി തയ്യാറെടുക്കും. അതിനൊരു 15 ദിവസത്തെ കാലാവധി എടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ ഒരു 2-3 മാസത്തിനടുത്ത് ഒരു മുട്ട ഇട്ട് കഴിഞ്ഞ കാലാവധിക്ക് ശേഷം ഒരു 3 മാസത്തിന് അപ്പുറത്താണ് അടുത്ത സെക്ഷൻ മുട്ട ഇടുന്നത്. അപ്പോൾ ഈ കാലാവധി എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അതായത് ഈ മുട്ടയിൽ അടയിരിക്കുന്ന 21 ദിവസം, അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്ന ഒരു 45 ദിവസം. അപ്പോൾ തന്നെ നമുക്ക് കണക്കാക്കിയാൽ ഒരു 65-66 ദിവസത്തോളമായി. പിന്നെ ഈ അടുത്ത സെക്ഷൻ മുട്ട ഇടേണ്ട ഒരു 10-15 ദിവസം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 3 മാസത്തിനടുത്ത് ഇവർക്ക് അടുത്ത മുട്ടയ്ക്ക് വേണ്ട സമയമുണ്ട്.
അപ്പോൾ ഈ സമയമാണ് നമ്മൾ കുറയ്ക്കാൻ പോകുന്നത്. അതായത് കോഴികളെ അടയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി ആ സമയത്ത് തന്നെ ഇവയെ നല്ല വെളിച്ചമുള്ള സ്ഥലത്തേക്ക് മാറ്റുക. ഒറ്റയ്ക്ക് കോഴികളെ ഇടാതെ മറ്റുള്ള കോഴികളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി ഇടുക. അതായത് ഈ കോഴിയുടെ അട ആകുന്ന ലക്ഷണങ്ങൾ മാറ്റിയെടുക്കുക. അതായത് അട ഇരുത്താതിരിക്കാനുള്ള വേണ്ടിയിട്ടുള്ള പണികളാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കോഴി ഇട്ടിട്ടുള്ള മുട്ടകൾ നമുക്ക് ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചെടുക്കാം. ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിക്കുമ്പോൾ ആ കോഴി അടയിരിക്കുന്ന ഒരു 21 ദിവസം ഈ കോഴി ഫ്രീ ആവും. അപ്പോൾ അതിലൊരു ആ 21 ദിവസം നമുക്ക് ലാഭിക്കാം. അതുപോലെ തന്നെ കോഴിയെ അടയിരുത്താത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ അത് വിരിയിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു 45 ദിവസം നമുക്ക് മിച്ചം കിട്ടും. അങ്ങനെ നമുക്കൊരു 10-65 ദിവസത്തോളം ഈ കോഴിയുടെ മുട്ടയിടുന്ന കാലാവധി സ്പീഡാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ തന്നെ ഒരു വർഷത്തിൽ ഒരു കണക്കാക്കിയാൽ നമുക്ക് സാധാരണ ലഭിക്കുന്ന മുട്ടയുടെ നേരെ ഇരട്ടി ഒരു വർഷം നാടൻ കോഴിയിൽ നിന്ന് ലഭിക്കും. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് ഒരു കോഴിയെ വർഷത്തിൽ 2 തവണ അടയിരുത്തും. അല്ലാത്ത സമയങ്ങളിൽ ഇതുപോലെ അട ആവുന്ന ലക്ഷണങ്ങൾ മാറ്റിയെടുത്തിട്ട് മുട്ടയ്ക്ക് തയ്യാറാക്കുകയാണ് ചെയ്യുക. വർഷത്തിൽ 2 തവണ ഈ കോഴികളെ അടയിരുത്തും. കാരണം അവർക്ക് സ്വാഭാവികമായിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അടയിരിക്കലും കുഞ്ഞുങ്ങളെ വിരിയിക്കലും കുഞ്ഞുങ്ങളെ നോക്കലൊക്കെ. അപ്പോൾ അത് വർഷത്തിൽ 2 തവണ അവർക്കുള്ള അതിനുള്ള അവസരം കൊടുത്ത് ബാക്കിയുള്ള സമയങ്ങളിൽ മുട്ടയുടെ ലഭ്യത കൂട്ടാൻ വേണ്ടിയിട്ട് അവരെ അടയിരുത്താതിരിക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പം ഇങ്ങനെ ഈ വർഷത്തിൽ ഒരു കോഴിയെ 2 തവണ അടയിരുത്തും എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഒരു 1 ടൈം ഒരു 6-7 കോഴികൾ ഇതുപോലെ അടയിരിക്കുന്നുണ്ടാവും. ഈ അടയിരുന്ന് വിരിയുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കോഴികളുടെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കുകയല്ല ചെയ്യുന്നത്. അത് നേരെ നമുക്ക് ബ്രൂഡറിലേക്ക് മാറ്റി ആ കോഴിയെ വീണ്ടും ഫ്രീ ആക്കും. അപ്പോൾ നമുക്ക് 21 ദിവസവും പിന്നെ അടുത്തൊരു മുട്ടയിടാനുള്ള ഒരു 15 ദിവസം കൊണ്ട് എടുത്തിട്ടുള്ള ആ ഒരു സമയമേ നഷ്ടപ്പെടുന്നുള്ളൂ. അതല്ലാതെ ഈ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഒരു 10-45 ദിവസം വീണ്ടും ഈ അട ഇരിക്കുന്ന കോഴികളിൽ നിന്ന് തന്നെ ഞാൻ ലാഭിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുട്ടയിടുന്നതിൻ്റെ കാലാവധിയുടെ അളവ് കുറയ്ക്കുമ്പോഴാണ് കൂടുതൽ മുട്ട ലഭിക്കുന്നതും ആ മുട്ടയിൽ നിന്ന് കൂടുതൽ വരുമാനം നമുക്ക് കിട്ടുകയും ചെയ്യുന്നത്. ഇത് ബ്രൂഡറിലേക്ക് മാറ്റി അത് പിന്നെ നമുക്ക് കൃത്രിമ ചൂട് കൊടുത്തിട്ട് നമുക്ക് സംരക്ഷിക്കാവുന്നേ ഉള്ളൂ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ബാക്കിയാവുന്ന മുട്ടകളൊക്കെ നമുക്ക് ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ച് അതും ബ്രൂഡർ വഴി അങ്ങനെ വിരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് വഴിയും ബാലൻസ് ഉള്ള മുട്ടകൾ സെയിൽ ചെയ്യുന്ന വഴി നമുക്ക് ഇതിൻ്റെ നാടൻ കോഴികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും. ഇത്രയും നേരം പറഞ്ഞത് നാടൻ കോഴികളിൽ നിന്ന് നമുക്ക് വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനോട് കൂടെ തന്നെ ചിലവ് ചുരുക്കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് നാടൻ കോഴികളിൽ നിന്നുള്ള വരുമാനം കുറച്ചുകൂടെ കൂടുതൽ ലഭിക്കുന്നത്. അതായത് നാടൻ കോഴികൾക്ക് ഞാൻ ഇവിടെ കൊടുക്കുന്ന തീറ്റകളെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ ഇതിനു മുമ്പ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ തീറ്റകൾ കൊടുക്കുന്നത് മാത്രമായിട്ട് ഒരുപാട് വീഡിയോകൾ 1-2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ വീഡിയോ ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് കാർഡ് രൂപത്തിലൊക്കെ ഇവിടെ വരും. അപ്പോൾ അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ അത് കാണാം. എന്നാലും ഞാനിതിലൊന്ന് പറയാം. അതായത് അരിക്കടകളിൽ നിന്ന് ഹോൾസെയിൽ അരിക്കടകളിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് അരി, അതുപോലെ തന്നെ ഗോതമ്പ്, അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ വേസ്റ്റായി വരുന്നത് നമ്മൾ പോയി കളക്ട് ചെയ്തിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് കുതിർത്തിയതിന് ശേഷം അതാണ് ഞാനിവിടെ കോഴികൾക്ക് കൊടുക്കുന്നത്. കമ്പനി കോഴിത്തീറ്റകൾ നാടൻ കോഴികൾക്ക് കൊടുക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ രാവിലെ മാത്രമേ ഞാൻ തീറ്റ ഇങ്ങനെ കൈത്തീറ്റയായിട്ട് കൊടുക്കാറുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഈ കോഴികളെ മുഴുവൻ തുറന്ന് വിട്ട് അവരെ തൊടിയിലൂടെയൊക്കെ നടന്ന് ചിക്കിച്ചകഞ്ഞ് അവർക്ക് വേണ്ട കൃമികളെയും കീടങ്ങളെയും ഇലകളെയൊക്കെ കൊത്തി തിന്ന് അങ്ങനെ വൈകുന്നേരം കൂട്ടിലേക്ക് അവർ തന്നെ സ്വയം കൂട്ടിലേക്ക് കയറുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു നേരത്തെ ഭക്ഷണത്തിന് വരുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ ഈ അരി അല്ലെങ്കിൽ അതുപോലുള്ള ധാന്യങ്ങൾ കടകളിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നതാണ്. ഈ ധാന്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയതിന് ശേഷം കേട്ടോ. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇവർക്ക് രാവിലെ ഇതിന് കൂടെ കൊടുക്കുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലുണ്ടാകുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിന് ഇവിടെ ഹോട്ടലുണ്ട്. അപ്പോൾ ആ ഹോട്ടലിൽ വരുന്ന ഒരു ദിവസം വരുന്ന വേസ്റ്റ് ഫുഡെല്ലാം പോയി കളക്ട് ചെയ്തിട്ട് അത് കൊണ്ടുവന്നിട്ട് അത് ഈ കോഴികൾക്ക് തീറ്റയായിട്ട് അരി കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അതും കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഈ ഹോട്ടൽ മാലിന്യങ്ങളൊക്കെ കിട്ടുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അരിയും പോലുള്ള സാധനങ്ങളും കൊടുക്കേണ്ടി വരില്ല. ഈ ഹോട്ടൽ മാലിന്യങ്ങളൊക്കെ അവർ ഫ്രീ ആയിട്ടാവും നമുക്ക് തരിക. അപ്പോൾ
അങ്ങനെ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കോഴികൾക്ക് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീറ്റയ്ക്ക് പൈസ ചിലവാക്കേണ്ട ഒരു ആവശ്യമേ വരില്ല. അപ്പോൾ ഇതുമാതിരി അതുപോലെ തന്നെ മീൻ കടകളിലുള്ള വേസ്റ്റൊക്കെ നമുക്കിവിടെ കൊണ്ടുവന്ന് ചെറുതായി കൊത്തി അരിഞ്ഞ് ചെറിയ 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 പീസാക്കിയിട്ട് കോഴികൾക്ക് ഉള്ള പച്ചക്കറി വേസ്റ്റിൻ്റെയും ഭക്ഷണാവശിഷ്ടങ്ങളുടെയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീറ്റയുടെ ചിലവ് നമുക്ക് പരമാവധി ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ ഈ തീറ്റയുടെ ചിലവ് കുറയുകയും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്കുകളിലൂടെ വരുമാനം കൂട്ടുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നാടൻ കോഴികളിൽ മികച്ചൊരു വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് ചെയ്ത, അതായത് 2-3 വീഡിയോകൾക്ക് മുമ്പ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു, നാടൻ കോഴികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഒരു മാസത്തിൽ ഇത്രയാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെ നിങ്ങൾ വന്ന സംശയങ്ങൾക്കുള്ള ഒരു ടിപ്സാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും